ഹേ ചെണ്ടുപ്പങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വയറ് നിറയെ കഴിച്ചതാണല്ലോ. ബാക്കി വന്ന ധാന്യം എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ ദിവസവും പകുതി ഭക്ഷണം കഴിക്കും, ബാക്കി പകുതി ഞാൻ എടുത്തു വെക്കും, അതും ഈ ഗുഹയുടെ അകത്ത്. ഇതിനെയാണ് പറയുന്നത് ബുദ്ധി കൊണ്ട് വയറ് നിറയ്ക്കുന്നതെന്ന്. ഡ്രീംലാൻഡ് കാട്ടിൽ റോക്കി എന്നൊരു കാക്ക ജീവിച്ചിരിക്കുന്നുണ്ട്. അത് ജീവിതം കാണുന്ന വിധം മറ്റുള്ള പറവകളേക്കാൾ വ്യത്യസ്തമാണ്. വിട്ടികളായ മൃഗങ്ങൾ ദിവസവും മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. എന്നാൽ എൻ്റെ ബുദ്ധി വിമാനമാണ്. അത് കണ്ടു ടീനുക്കുരുവി ഒരു ആപ്പിൾ വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് അതിന്റെ കൂട്ടിലേക്ക് വരുന്നത്. ഹേ ടീനു പക്ഷി, നീ ഇന്ന് വരാനെന്താ ഇത്രയും സമയമെടുത്തത്? നീ വരുമെന്ന് ഞാൻ കാത്തിരിക്കുമായിരുന്നു. നീ എന്റെ ഭക്ഷണം മോഷ്ടിക്കാൻ നോക്കുക, അതുകൊണ്ടാണ് എനിക്ക് കാത്തിരിക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ അനിയൻ അന്ന് നിങ്ങളുടെ കൂട്ടിൽ വന്നിരുന്നില്ലേ? അവൻ കരയുമായിരുന്നു. എന്റെ അനിയെ കരഞ്ഞുകൊണ്ട് വന്നോ? നീ എന്തിനാ കരയുന്നെന്ന് ചോദിച്ചില്ലേ? അവൻ എന്തോ പറയാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ 2 ചിറകുകളും കട്ടായെന്നവൻ പറഞ്ഞു. അവരിപ്പോൾ മരിക്കുന്ന അവസ്ഥയിലാണത്രേ. നീ എന്താ പറയുന്നേ? എന്റെ അമ്മ ജീവന് വേണ്ടി പോരാടുന്നു. അത് കേട്ടത് ചീനുവിന് ഷോക്ക് അടിച്ച പോലെ തോന്നി. അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരും വന്നു. ഉടനെ അവിടെ നിന്ന് പറന്നു. ഇതിനെയാണ് പറയുന്നത് ബുദ്ധി കൊണ്ട് വയറ് നിറയ്ക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ കാക്ക സന്തോഷത്തോടെ ടീനുവിന്റെ കൂട്ടിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ആപ്പിൾ സന്തോഷമായി കഴിച്ചു. വാവ്, ഇത് അടിപൊളിയാണല്ലോ. കഷ്ടപ്പെട്ട് തേടി തിന്നാൽ എനിക്ക് സന്തോഷം കിട്ടുകയില്ല. അങ്ങനെ അത് പാതി ആപ്പിൾ സന്തോഷമായി കഴിച്ച് ബാക്കി ആപ്പിൾ താഴേക്ക് വലിച്ചെറിഞ്ഞു. നന്നായി കഴിച്ചു. ഇനി കുറച്ച് സമയം നമുക്ക് കളിക്കാം. അങ്ങനെ പറഞ്ഞത് സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങി. അങ്ങനെ അത് കാട്ടിലുള്ളവരെ പറ്റിച്ചുകൊണ്ട് അതിന്റെ ജീവിതം സന്തോഷമായി ജീവിച്ചു. ആ കാട്ടിൽ കഠിന പ്രയത്നം ചെയ്യുന്ന ഉറുമ്പും ജീവിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു മരത്തിന്റെ കൊമ്പിലിരുന്നു കൊണ്ട് കാക്ക ജോലി ചെയ്യുന്ന ഉറുമ്പിനെയാണ് നോക്കി നിന്നത്. അയ്യോ, ഇതെനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇതെടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും എന്റെ നട്ടെല്ലാം ഒടിയുമെന്നാ തോന്നുന്നത്. അങ്ങനെ ആ ഉറുമ്പ് ആ കടല കുറച്ച് കഴിച്ചു. അപ്പൊ അതിന്റെ ഭാരം കുറച്ച് കുറവുണ്ടായി. വീണ്ടും അത് ചുമന്നുകൊണ്ടേ അതിന്റെ വല നോക്കി നടന്നു. ഹേ ചെണ്ടുപ്പങ്ങളെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ വയറ് നിറയെ കഴിച്ചതാണല്ലോ. ബാക്കി വന്ന ധാന്യം എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞാൻ ദിവസവും പകുതി ഭക്ഷണം കഴിക്കും, ബാക്കി പകുതി ഞാൻ എടുത്തു വെക്കും, അതും ഈ ഗുഹയുടെ അകത്ത്. അയ്യോ, അത് മണ്ടത്തരമാണ്. പകുതി കഴിച്ചിട്ട് പകുതി വെക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. ഇത് പൊക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരാൻ നീ എന്തോരം ബുദ്ധിമുട്ടും. കഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഭാവിക്ക് വേണ്ടി നമ്മൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ. നാളെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് എനിക്ക് ഭക്ഷണം തേടി പുറത്തു പോകാൻ പറ്റാതായാലോ? അപ്പൊ ഞാൻ എന്ത് കഴിക്കും? നിങ്ങളുടെ ചിന്താഗതി എല്ലാം തെറ്റാണ്. ഇപ്പോൾ ഇത് ഫ്രഷ് അല്ലേ? പറ്റുന്നത് കഴിച്ചിട്ട് ബാക്കി നീ വലിച്ചെറിയേ. അങ്ങനെ പറഞ്ഞത് അവിടെ നിന്ന് പറന്നു. അങ്ങനെ പല മാസങ്ങളും കഴിഞ്ഞു. മഴക്കാലവും ആരംഭിച്ചു. എത്ര വലിയ കൊടുങ്കാറ്റടിച്ചെന്നോ ആ കാട്ടിൽ എല്ലാ മരങ്ങളും വീഴാൻ തുടങ്ങി. ഒരുപാട് വലുതും ആഴമുള്ള മരങ്ങൾ മാത്രമേ ജീവനോടെ ഉണ്ടായുള്ളൂ. കാക്കി അതിന്റെ കൂട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരുന്നു. എത്ര നന്നായി കാറ്റ് വീശുന്നു. ഇങ്ങനെ ഇവിടെ തന്നെ കിടന്നുറങ്ങണം. എൻ്റെ വായിൽ എല്ലാവരും കൊണ്ടുവന്ന് പഴധാന്യങ്ങളിട്ടാൽ എന്ത് നന്നായനെ. പക്ഷെ ആ സമയത്ത് എന്ത് സംഭവിച്ചെന്നോ, കാറ്റിൽ അതിന്റെ കൂട് താഴേക്ക് വീണു. അതിനുശേഷം കാക്കയും ഡുമ്മിന് താഴെ വീണു. അയ്യോ ദൈവമേ, മഴ വരുന്നല്ലോ, അതും ഇടിയോടൊപ്പം. ഞാനിത് ശ്രദ്ധിച്ചില്ലല്ലോ. അത് ശ്രദ്ധിച്ചു വെള്ളത്തിൽ അതിന്റെ കൂടെ ഒഴുകിപ്പോയത്. അതിന്റെ മാത്രമല്ല അടുത്തുള്ള കുരുവികളുടെ കൂടെ ഒഴുകി. എന്താ ഇത്? ഇങ്ങനെ ആകുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ലല്ലോ. ഇപ്പൊ പെയ്യുന്ന മഴയിൽ അതിന് പറക്കാനും കഴിഞ്ഞില്ല.
ആ കാറ്റിന്റെ വേഗത്തിൽ അതിന് മുന്നോട്ട് പറക്കാനേ സാധിച്ചില്ല. അത് പുറകോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിച്ചേ പറ്റൂ. അങ്ങനെ ചിന്തിച്ചത് ടീനക്കുരുവിയുടെ വീട്ടിൽ വന്നു. ഇപ്പൊ അത് അതിന്റെ അനിയന്റെ വീട്ടിലായിരുന്നു. ടീനു പക്ഷി, അയ്യോ ടീനു പക്ഷേ. അതിന്റെ ശബ്ദം കേട്ട് പുറത്തു വന്ന് ടീനു വാതിൽ തുറന്നു. ടീനു, നിന്നെ എൻ്റെ വീട്ടിലൊന്ന് കയറ്റാമോ? എൻ്റെ കൂടൊക്കെ പറന്നുപോയി. അതുമല്ലാതെ എനിക്ക് പരക്ക് പറ്റി. ഓഹോ, നീ എനിക്ക് എന്ത് ചെയ്തിട്ടാ ഞാൻ നിനക്ക് കൂട്ടി സ്ഥലം തരേണ്ടത്? എൻ്റെ ആരോഗ്യനില ശരിയല്ല. നീ എന്നെ എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ എത്ര കഷ്ടപ്പെടുത്തുന്നറിയോ? ഞാൻ വിശപ്പോടെയാ പറന്നു പോയതും. ഇപ്പൊ നിനക്ക് മനസ്സിലാകും മറ്റുള്ളവരുടെ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കാതെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. അങ്ങനെ പറഞ്ഞ് ടീനു അകത്ത് ചെന്ന് വാതിലും അടച്ചു. ഇപ്പോഴാണ് കാക്കിക്ക് അത് ചെയ്ത് തെറ്റ് മനസ്സിലായത്. ഞാൻ ചെയ്തതെല്ലാം പ്രശ്നമാണ്. ഇപ്പോൾ ഞാനും പ്രശ്നത്തിലാണ്. അതുകൊണ്ടാണ് ആരും എന്നെ ഇപ്പോൾ സഹായിക്കാത്തത്. അങ്ങനെ പറഞ്ഞ് റോക്കി അവിടെ നിന്ന് പറന്നുപോയി. അപ്പൊ അത് കണ്ടു. ആ കഷ്ടപ്പെടുന്ന ഉറുമ്പ് ഗുഹയ്ക്ക് പുറത്തുണ്ടായിരുന്നു. അതിന്റെ കയ്യിൽ ഒരു ഇലയും ഉണ്ടായിരുന്നു. ഹേ ചിന്തു, നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇത്ര ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണ ഗുഹയ്ക്കുള്ളിലുണ്ട്. ഈ വെള്ളം ഗുഹയ്ക്കകത്തേക്ക് വരാൻ നോക്കുന്നു. അതുകൊണ്ട് എന്റെ സഹായം കൊണ്ട് ഈ വെള്ളത്തിനെ ഞാൻ മാറ്റി ഒഴുക്കുന്നത്. ഞാനും ഈ ഗുഹയിൽ കയറിക്കോട്ടെ ചിന്തു? തീർച്ചയായും താമസിക്കാൻ റോക്കി ചേട്ടാ. അകത്ത് ഞാൻ ഒരുപാട് ഭക്ഷണം ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം വരെ എവിടേക്ക് പോകണ്ട. സന്തോഷത്തോടെ ഗുഹയിലിരിക്കാം. എങ്ങനെയോ കാറ്റ് മഴ കുറയുന്നവരെ വെള്ളം ഗുഹയ്ക്കകത്തേക്ക് പോകാത്ത പോലെ ഞാൻ ഇവിടെ നിന്ന് പിടിക്കാം. ഉറുമ്പ് അങ്ങനെ പറഞ്ഞത് കേട്ട് കാക്കയുടെ മനസ്സ് തന്നെ മാറി. ഞാൻ നിന്നെ ഒരു ധാന്യം കൊണ്ടുപോകാൻ പോലും സഹായിച്ചിട്ടില്ല. എന്നാൽ നീ 1 മാസമായി നീ കഴിക്കാൻ വെച്ച ആ ധാന്യം നീ എനിക്ക് വേണ്ടി ഇപ്പോൾ തരാൻ പോകുന്നു. വേറെ ഞാൻ എന്ത് ചെയ്യാനാ കാക്കച്ചേട്ടാ? ഞാൻ അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് ശേഖരിച്ച് ആപത്ത് സഹായമാകുമെന്ന്. അത് ആര് കഴിച്ചാൽ എന്താ? നിന്റെ ധൈര്യം ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്കും അധ്വാനിച്ച് കഴിക്കാൻ ഇപ്പോൾ തോന്നുന്നു. ഇപ്പോൾ കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ കാക്ക അവിടുന്ന് പറന്നു ചെന്ന് അതിന്റെ കൊക്കിൽ ഒരു കല്ലെടുത്തുകൊണ്ട് വന്നു. ആ കല്ല് ആ ഉറുമ്പിന്റെ അടുത്ത് വെച്ചുകൊണ്ട് വീണ്ടും അത് പറന്നുപോയി. അതിനുശേഷം വീണ്ടും ഒരു കല്ല് കൊണ്ടുവന്ന് ആ കല്ലിനടുത്ത് തന്നെ ഇട്ടു. അങ്ങനെ ചില മണിക്കൂറുകൾ കാക്ക പ്രയത്നിച്ചു. ഉറുമ്പെവിടെ ഇല പിടിച്ചു നിന്നോ അവിടെ ഒരുപാട് കല്ലുകൾ ഇടാൻ തുടങ്ങി. അതൊരു മതില് പോലെയായി. അവിടെ ഒഴുകി വന്ന വെള്ളമൊക്കെ മാറി ഒഴുകാനായി തുടങ്ങി. ആഹാ, നന്നായിട്ടുണ്ട് കാക്കച്ചേട്ടാ. നിങ്ങളൊരു മതില് തന്നെ ഉണ്ടാക്കി. ഇനി എപ്പോഴും ഈ വെള്ളമൊക്കെ അകത്തേക്ക് വരേയില്ല. അത് കേട്ട് കാക്ക വളരെ സന്തോഷിച്ചു. പിന്നെ 2 പേരും ഗുഹയ്ക്കകത്തേക്ക് പോയി ഭക്ഷണവും കഴിച്ചു. വളരെ നന്നായിട്ടുണ്ട്. കഷ്ടപ്പെട്ട് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭക്ഷണത്തിന് ഒരു രുചിയും കിട്ടില്ലായിരുന്നു. കാക്ക എന്താണ് ആ പാഠം പഠിച്ചത്? എപ്പോഴും കഠിനമായി പ്രയത്നിക്കണമെന്ന്, പിന്നെ എല്ലാവരെയും സഹായിക്കണമെന്നും. അപ്പോഴേ നമുക്കൊരാപത്ത് വന്നാൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാതിരിക്കാനാകൂ എന്നും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? എന്താ ദത്തെടുക്കണമെന്നോ? നിനക്കെന്താ ഭ്രാന്ത് വല്ലതുമുണ്ടോ? മറ്റൊരാളുടെ കുഞ്ഞിന് ഞാൻ എന്റെ പേര് നൽകില്ല. എനിക്ക് എന്റെ പിൻഗാമിയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കാം. ഈ കഥ സീതാപൂർ ഗ്രാമത്തിൽ നടന്നത്. അവിടെ ലൂസി പറവ ജീവിച്ചു കൊണ്ടിരുന്നു. ലൂസി പറവയ്ക്ക് കുഞ്ഞുങ്ങളെ ജനിച്ചില്ല. അതിനെക്കുറിച്ച് കാട്ടിലെ മൃഗങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരുന്നു. മുൻമുൻ കുരുവി നട്ട്കട്ട് കുരങ്ങനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, കണ്ടോ കുരങ്ങ, ലൂസി പറവ എത്ര വിഷമിച്ചിരിക്കുന്നു എന്ന്. അതിന് കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നില്ല. അതൊരു മച്ചിയാണ്. മുൻമുൻകുരുവി, നിനക്കറിയാമല്ലോ, ലൂസിക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല. പിന്നെയും പിന്നെയും അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് ലൂസി പറവ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഏട്ടാ, ഞാനും മറ്റു പറവകളെ പോലെ അമ്മയാവാൻ ആഗ്രഹിക്കുന്നു. എനിക്കും ഒരു കുഞ്ഞ് അമ്മയെന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ടാകില്ലേ? കുഞ്ഞിന്റെ സ്നേഹം എനിക്കില്ലേ? എനിക്ക് അത് അറിയാം ലൂസി. എന്നാൽ എന്ത് ചെയ്യാനാണ്?
നമ്മൾ രണ്ടുപേരും എത്ര ശ്രമിച്ചതാണ്, എത്ര ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടു, എന്നാൽ പ്രയോജനമുണ്ടായില്ലല്ലോ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുത്താലോ? എന്താ, ദത്തെടുക്കണമെന്നോ? നിനക്കെന്താ ഭ്രാന്ത് വല്ലതുമുണ്ടോ? മറ്റൊരാളുടെ കുഞ്ഞിന് ഞാൻ എന്റെ പേര് നൽകില്ല. എനിക്ക് എന്റെ പിൻഗാമിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കാം. നിങ്ങൾക്ക് ഇതൊന്നും കുഴപ്പമില്ല, കാരണം നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോകും, പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. ഞാൻ മാത്രമല്ലേ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത്. ലൂസി തന്റെ ഭർത്താവിന് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവളുടെ ഭർത്താവ് ഒന്നും കേട്ടില്ല. അവൻ അവന്റെ തീരുമാനത്തിൽ ഉറച്ചിരുന്നു. അവൻ ലൂസിയെക്കുറിച്ച് കുറച്ചു പോലും ആലോചിച്ചില്ല. ഒരു ദിവസം ലൂസി ഭക്ഷണം അന്വേഷിച്ചു പോകുമ്പോൾ വഴിയിൽ ഒരു മൂലയിൽ ഒരു മുട്ടയുള്ളത് ലൂസി ശ്രദ്ധിച്ചു. അത് കണ്ട് അവൾ അവിടെ നിന്നു. ആഹാ, ഈ മുട്ട ആരുടേത്? ഇനി കുറച്ചു സമയത്തിൽ ഈ മുട്ട പൊട്ടാൻ പോകുന്നു. ഇതിന്റെ അമ്മ എവിടെ പോയി? ശരി, അവരുടെ അമ്മ വരുന്നവരെ ഞാനിവിടെ ഇരുന്നത് നോക്കിക്കോളാം. ലൂസി പറവ ഒരുപാട് സമയം വരെ ആ മുട്ടയ്ക്ക് അടുത്ത് തന്നെ ഇരുന്നു. പക്ഷേ ഒരു പറവയും അവിടേക്ക് വന്നില്ല. ആ മുട്ട ഏകദേശം പൊട്ടുന്ന അവസ്ഥയിലുള്ളപ്പോൾ ലൂസി പറവ ചിന്തിച്ചു, ഞാൻ ഇത്ര നേരമായി കുഞ്ഞിന്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷേ ഇവിടെ ആരും വരുന്നില്ലല്ലോ. പക്ഷേ കുഞ്ഞിനെ അങ്ങനെ വിട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ശരി, ഇനിയും കുറച്ചു നേരം കാത്തിരിക്കാം. അങ്ങനെ ഇനിയും കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ആ കുഞ്ഞിന്റെ അമ്മ മാത്രം വന്നില്ല. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. ഈ കുഞ്ഞിനെ ഇങ്ങനെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ കൂട്ടിൽ ഞാൻ ഇതിനെ കൊണ്ടുപോകാം. നാളെ രാവിലെ വന്ന് അവരുടെ അമ്മയോട് ഈ കാര്യം പറഞ്ഞാൽ മതി. ലൂസി ആ മുട്ടയെടുത്തുകൊണ്ട് അവളുടെ കൂട്ടിലേക്ക് പോയി. അന്ന് രാത്രി ആ മുട്ട പൊട്ടി അതിൽ നിന്നൊരു പറവ പുറത്തേക്ക് വന്നു. ആ കുഞ്ഞു പറവ ആദ്യം ലൂസിയുടെ മുഖമാണ് കണ്ടത്. അതുകൊണ്ടത് ലൂസിയെ അമ്മയായി കരുതി. ആഹാ, ഈ കുഞ്ഞ് എത്ര സുന്ദരിയാണ്. ഇത്ര ദിവസം ഇത്ര ഭംഗിയുള്ള കുഞ്ഞിനെ കണ്ടിട്ടില്ല. അയ്യോ, ഈ കുഞ്ഞിനെ ആരുടെ കണ്ണും തട്ടരുത്. ലൂസി ആ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് ദിവസവും അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അതിന്റെ ശ്രമത്തിന് ഒരു ഫലവും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ലൂസി പറവ ആ പറവയെ നന്നായി നോക്കാൻ തുടങ്ങി. അതതിന്റെ മനസ്സിൽ ചിന്തിച്ചു, ഒരുപക്ഷെ ഇത് ദൈവത്തിന്റെ തീരുമാനമോ? ഈ കുഞ്ഞിന്റെ അമ്മയാവണമെന്ന്, ഈ കുഞ്ഞിനെ നന്നായി നോക്കണമെന്ന്. ദൈവമേ, നിങ്ങൾ എന്റെ ആഗ്രഹം നിറവേറ്റി. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി ദൈവമേ. ലൂസി ആ കുഞ്ഞിന് ദേവതയെന്ന് പേരിട്ടു. അവളെ നന്നായി നോക്കാൻ തുടങ്ങി. കുറച്ചു നാൾക്ക് ശേഷം അവളുടെ ഭർത്താവ് വന്നു. അയ്യോ, ഇത് ആരുടെ കുഞ്ഞാണ്? ലൂസി, ഇത് ആരുടെ കുഞ്ഞാണ്? ഇത് നമ്മുടെ കുഞ്ഞാ. എത്ര ഭംഗിയുണ്ടല്ലേ കുഞ്ഞ്. എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. ലൂസി, നിനക്കെന്താ ഭ്രാന്തായോ? പെട്ടെന്ന് നിനക്ക് എവിടെ നീ കുഞ്ഞിനെ കിട്ടി? സത്യം പറ, ഈ കുഞ്ഞിനെ നീ എവിടെ നിന്നും കൊണ്ടുവന്നതാ? നിങ്ങൾ എന്തെങ്ങനെയൊക്കെ പറയുന്നേ? ഇത് ദൈവം എനിക്ക് തന്ന വരം. ഞാൻ കുറച്ചു ദിവസം മുൻപ് ഭക്ഷണം അന്വേഷിച്ചു പോയി. ഈ കുഞ്ഞ് അവിടെ കിട്ടി. അതിന് ആരുമില്ല. അതുകൊണ്ടാ ഞാൻ നോക്കുന്നത്. ലൂസി, മറ്റൊരാളുടെ കുഞ്ഞിനെ നീ കൊണ്ടുവന്ന് നിന്റേതാണെന്ന് പറയുന്നോ? നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഈ കുഞ്ഞിനെ വളർത്തുകയും ചെയ്യുന്നു. ഈ കുഞ്ഞിനെ ആരുടെ കുഞ്ഞെന്ന് പറയുന്ന എത്ര ധൈര്യമാണ്. ഇത് എന്റെ കുഞ്ഞാ. ആ ചെറിയ കുരുവി അവിടെ നിന്നെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അമ്മയുടെ പുറകിൽ ചെന്ന് അതൊളിഞ്ഞു. ഹേയ്, നീ എവിടെയാ ഒളിക്കുന്നത്? വാ, എന്റെ കൂടെ വാ. നിന്നെ വെളിയിൽ വിട്ടിട്ട് വരാം. ഇത് ആരുടെ കുഞ്ഞാണെന്നേ അറിയില്ല. ആരുടെ തലമുറയാണോ ഇങ്ങനെ അനാഥയായി ഉപേക്ഷിച്ചിരിക്കുന്നല്ലോ. നിങ്ങൾ എന്റെ കുഞ്ഞിനെ തൊട്ട് അത്ര തന്നെ. അത് കഴിഞ്ഞ് ലൂസി പറവയുടെ ഭർത്താവ് ആ കുഞ്ഞിനെ എടുത്തപ്പോൾ ലൂസി വളരെ ദേഷ്യത്തിൽ അവന്റെ കൈ തട്ടിവിട്ട് പിന്നെ പറഞ്ഞു, ഉടനെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകൂ. നിങ്ങൾക്ക് എവിടെയാ സന്തോഷം അവിടെ ഇരുന്നോളൂ. നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട. ഞാനും എന്റെ കുഞ്ഞും ഇവിടെ വേറൊരു കൂട് പണിത് അവിടെ ജീവിക്കാം. നിങ്ങളുടെയും എന്റെ ബന്ധം കഴിഞ്ഞു പോയി. ലൂസി പറവ അവിടുന്ന് തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വേറെ എവിടേക്കോ പോയി. അത് കഴിഞ്ഞ് അതിന്റെ പുതിയ കൂട് അത് പണിതു. മാ, നിങ്ങൾ എന്റെ അമ്മയല്ലേ? അവിടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്റെ അമ്മയല്ലെന്ന്. നിങ്ങൾ സത്യത്തിൽ എന്റെ അമ്മയല്ലേ? ഇവിടെ നോക്കുമോളെ, നീ അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. നീ എന്റെ മോളാണ്. ഞാനാണ് നിന്റെ അമ്മ. നിന്നെ എന്നിൽ നിന്ന് ആർക്കും പിരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് ലൂസി പറവ തന്റെ ഭർത്താവിനോട് തിരിച്ചു പോയതേയില്ല. അവൾ അവളുടെ കുഞ്ഞിനെ വളരെ നന്നായി നോക്കി. എപ്പോഴും ആ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി വളർത്തി. ആ കുഞ്ഞും തന്റെ അമ്മയോട് വളരെ സ്നേഹത്തിലായിരുന്നു. ഇപ്പൊ അത് ലൂസിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ലൂസിയും അവൾക്ക് എപ്പോഴും ഒരു കുറവും വരുത്തിയതേയില്ല.